ഹായ് ഫ്രണ്ട്സ്, ഞാൻ പിന്നെയും വന്നു കറിവേപ്പിൻ്റെ കുറേ ടിപ്സൊക്കെ ആയിട്ട്. നമ്മൾ ആദ്യം വീഡിയോ ചെയ്തത് ഇപ്പം 2.5 മില്യൺ ആയിട്ടുണ്ട്. അത് എൻ്റെ ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമ്മുടെ കറിവേപ്പിൻ്റെ പുതിയ കുറേ ടിപ്സുകളുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. 2.5 മില്യൺ ആയതിൽ ഭയങ്കര സന്തോഷം. കുറഞ്ഞ സ്ഥലത്തിൽ കുറച്ച് ചെറിയ ചട്ടിയിൽ, പക്ഷേ കടയിൽ നിന്ന് മേടിക്കാതെ വളമിടാതെ വിഷമയമല്ലാതെ കറിവേപ്പില ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഞാൻ ചെയ്ത ടിപ്പുകൾ ഷെയർ ചെയ്യുന്നത്. അതിൽ ഇപ്പം ഞാൻ പറയുന്ന ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ എൻ്റെ ചെറുനാരങ്ങയുടെ ടിപ്പ് കുറേ പേർക്ക് കുറേ എന്തേലും മെസ്സേജാണ് വന്നത്, എല്ലാവർക്കും ഞാൻ മറുപടി തന്നായിരുന്നു. ഇപ്പം ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടൈമിൽ നമ്മൾ വളപ്രയോഗവും മണ്ണ് ചേഞ്ച് ചെയ്യേണ്ടതൊക്കെ ബെസ്റ്റ് ടൈമാണ്. കാരണം അമിത മഴയുമില്ല, കണ്ടമാനം സൂര്യപ്രകാശവും വെയിലത്ത് വാടത്തുമില്ലാത്ത ടൈമിൽ നമ്മൾ ഒരു ചട്ടിക്കുള്ളിലാണ് നമ്മുടെ ഈ ചെടികളെല്ലാം, ഈ കറിവേപ്പ് തൈകളെല്ലാം വളർത്തിയെടുക്കുന്നത്. അപ്പം അവർക്ക് ഒരു വർഷം മുഴുവൻ കിട്ടേണ്ടതെല്ലാം ഇതിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ വളപ്രയോഗം നടത്തി ഇവരെ റീപോർട്ട് ചെയ്ത് മാറ്റണം. അതല്ല എങ്കിൽ 1 ഇയറിലേക്കൊക്കെ ഇവർക്ക് വേണ്ട പോഷകങ്ങളൊന്നും ഇതിൽ നിന്ന് കിട്ടത്തില്ല. ഇവർ നല്ല ഹെൽത്തി ആയിട്ട്, നമ്മളെപ്പോഴും കട്ട് ചെയ്തെടുക്കൂലേ, നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണമെങ്കിൽ, ബുഷിയായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ഈ സമയത്ത് ചാണകപ്പൊടി, എല്ലുപൊടി, മണ്ണ് റീപോർട്ടിങ് ഒക്കെ ചെയ്ത് കൊടുക്കണം. ഇവർക്ക് നമ്മൾ പരിചരണം കൊടുത്താലേ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫ് ഇവർ തന്നുകൊണ്ടിരിക്കുള്ളൂ. എൻ്റെ ഈ ലീഫിനെല്ലാം നല്ല സ്മെല്ലും നല്ല പച്ച കളറും നല്ല ബുഷിയായിട്ടാണ് എപ്പോഴും നിൽക്കുന്നത്. ഞാൻ ഇതെല്ലാം എപ്പോഴും കട്ട് ചെയ്തെടുക്കുന്ന, ഇതിൻ്റെ അകത്തൊക്കെ നിറച്ചുണ്ട്, കണ്ടോ? ഇതെല്ലാം വലിയ വലിയ തണ്ടുകൾ ഇതിൻ്റെ അടിയിലുണ്ട്, പിന്നെയും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം നമ്മൾ ഇവർക്ക് വേണ്ട പരിചരണവും കൊടുക്കണം. അതിന് ബെസ്റ്റ് ടൈമാണിത്. അപ്പം നമ്മൾ കുറച്ച് എല്ലുപൊടി, കുറച്ച് ചാണകപ്പൊടി, കുറച്ച് മണ്ണെല്ലാം ഇവർക്ക് വേണ്ട പോലെ, ഇത് പറിച്ച് നടാൻ പറ്റാത്തവരെന്ത് ചെയ്യണമെന്നറിയോ? കുറച്ച് മണ്ണ് മാറ്റി കളഞ്ഞതിന് ശേഷം ഇതെല്ലാം മിക്സ് ചെയ്ത് ഇതിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 10-30 ദിവസത്തേക്ക് ലീഫ് കട്ട് ചെയ്യരുത്. ഇതിന് നമ്മളൊരു സംരക്ഷണം കൊടുത്ത് ഇവരെ ഒന്ന് ഹെൽത്തി ആക്കി എടുക്കണം. മണ്ണ് റീപോർട്ട് ചെയ്യാൻ പറ്റുന്നവർ പരമാവധി ഹാഫ് വെച്ച് മണ്ണ് മാറ്റിയിട്ട് റീപോർട്ട് ചെയ്യണം. ഞാൻ കുറച്ചൊക്കെ മുഴുവനായിട്ട് മാറ്റി, ചിലതൊക്കെ ഞാൻ ഇങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ പകുതി മണ്ണ് മാറ്റി. അപ്പോൾ ഇവർ നല്ല ബുഷിയായിട്ട് വളരും. ശരിക്കും പറഞ്ഞാൽ നല്ല വേപ്പും പിണ്ണാക്ക കിട്ടുമെങ്കിൽ കുറച്ചിട്ട് വെച്ചാൽ മതി. എല്ലുപൊടിയാണെങ്കിലും വേപ്പും പിണ്ണാക്കാണെങ്കിൽ ഇതിന് വേറെ കേടുപാടുകളൊന്നും വരത്തില്ല. എല്ലുപൊടി ഒരു ഇത്രയും അളവ്, കൈയുടെ ഒരു ഇത്രയും എടുക്കണം, എല്ലുപൊടി ഒരു ഇത്രയും എടുക്കണം, വേപ്പും പിണ്ണാക്ക അതിൻ്റെ പകുതി, കൈയുടെ ഇത്രയും എടുക്കണം. പക്ഷേ ചാണകപ്പൊടി ഞാൻ ഇത് ഇത്രയും 2 കൈക്കെടുക്കും. പിന്നെ ബാക്കിയാണ് മണ്ണ് മിക്സ് ചെയ്യുന്നത്. അതെല്ലാം കൂടെ ഒരു ചെടിയുടെ ചോട്ടിലേക്ക് നന്നായിട്ടിടും. ബാക്കിയൊന്നും നോക്കണ്ട, ഇവരങ്ങളെ തഴച്ച് കയറി വരും. അങ്ങനെ ഓരോ ചട്ടിയും, അടുത്ത ചട്ടി അങ്ങനെ തന്നെ റീപോർട്ട് ചെയ്ത് ഞാൻ വെച്ചേക്കുവാണ്. ഇതിൻ്റെയൊക്കെ ചോട്ടിൽ തൈകൾ വന്നേക്കുന്നതുണ്ടോ? ഇതെല്ലാം ഞാൻ ഇനി അടുത്തതിലേക്ക് പറിച്ച് നടും. ഇതെല്ലാം തൈകളാണ്, ചെറിയ ബേബികളാണ് ഇതെല്ലാം. ഇത് നിറച്ച് തൈകളാണ്. ഇതൊക്കെ വേണ്ടവർക്ക് കൊടുക്കും. അതല്ലാത്തതെല്ലാം ഞാൻ പറിച്ച് നടും. ഇതൊക്കെ റൂട്ട് പോകാതെ നടണം. റൂട്ട് പോയാൽ ഇതൊന്നും കുറച്ച് ഇതിന് ലീഫ് കിട്ടുകയുള്ളൂ. റൂട്ട് പോയാൽ ഇതിൻ്റെ ഇങ്ങനെ നിൽക്കും, കുറച്ച് ലീഫേ ഉണ്ടാവുള്ളൂ. റൂട്ട് പോകാതെ നട്ടാൽ മാത്രമേ നിറച്ച് ബുഷിയായിട്ടുണ്ടാവുള്ളൂ. റൂട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ലീഫ് മാത്രമേ തരുള്ളൂ, 5-6 വീതം നിൽക്കുകയുള്ളൂ. ഇത് മുഴുവൻ തൈകളാണ്. ഇതിൻ്റെ അകം നിറയെ തൈയാണ് നിൽക്കുന്നത്. അപ്പോൾ കൂടുതൽ തൈകൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗുണം കുറച്ചേ കിട്ടുള്ളൂ. ഇത് നിങ്ങൾ പടന്നു പോകും. അപ്പോൾ ഇതെല്ലാം ഞാൻ മാറ്റി നടേണ്ടതാണ്. ഇത് കണ്ടോ, പഴയതൊക്കെ നിൽക്കുന്നുണ്ടോ, വലിയ കനപ്പെട്ട കമ്പുകൾ ഇതിൻ്റെ അകത്ത്, ഇതിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറിച്ച് നടേണ്ടതാണ്. ഇവർക്കൊക്കെ വളം കൊടുത്ത് ഇവരെ നല്ല ഹെൽത്തി ആക്കി നിർത്തിയേക്കുന്നതാണ്. നമ്മൾ പരിചരിക്കുന്നത് പോലെയാണ് ഇവർ വളർന്നു വരുന്നത്. ഇവർക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുത്താൽ പോരാ. ഇവർക്ക് നമ്മൾ വൈറ്റമിൻസൊക്കെ കൊടുക്കണം, മിനറൽസൊക്കെ കൊടുക്കണം. അപ്പോൾ മാത്രമേ ഇവരിങ്ങനെ നമ്മളെ തൃപ്തിപ്പെടുത്തി വരുള്ളൂ. അതിന് ബെസ്റ്റ് ടൈമാണിത്. ഇവരെ പരിചരിക്കണം, സ്നേഹിക്കണം. അപ്പം മാത്രമേ നമുക്ക് വേണ്ട പോലെ നമുക്ക് ലീഫ് തരുള്ളൂ. അപ്പം ഈ ടൈം ബെസ്റ്റ് ടൈമാണ്. നിങ്ങൾ ഇവർക്ക് വേണ്ട പരിചരണം കൊടുക്കേണ്ട ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇവർക്ക് വേണ്ട പോലെ വളങ്ങളിട്ട് കൊടുക്കണം. അല്ലാതെ കുറച്ച് കഴിഞ്ഞ് ലീഫെല്ലാം കട്ട് ചെയ്ത് തടി വളരുമ്പോൾ ഇതിന് മഞ്ഞ കളറ്
പുഴുക്കേട് എല്ലാം വരും. ഈ ടൈമിൽ നമ്മൾ നന്നായിട്ട് പരിചരിച്ചാൽ ഇതിന് മഞ്ഞ കളറ്, പുഴുക്കേട് ഒന്നും വരത്തില്ല. നല്ല ബെസ്റ്റ് ടൈമിൽ ഇതിന് ചെയ്യേണ്ട സമയമാണിത്. കറിവേപ്പിലയ്ക്ക് ഈ ടൈമിൽ നമ്മൾ വളവും മണ്ണും എല്ലുപൊടിയും ചാണകപ്പൊടിയും നന്നായിട്ട് ഇട്ട് കൊടുക്കണം. കുറച്ച് മണ്ണ് മാറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, എന്നാലേ ഇത് റൂട്ടിലോട്ട് ഇറങ്ങുള്ളൂ. നന്നായി ഇതിൻ്റെ ചട്ടിയുടെ അളവ് നോക്കി വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിന് 1 ഇയർ പോഷകം കിട്ടുന്ന രീതി നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആണ്. എൻ്റെ ബാൽക്കണി നിറച്ച്, ഒരു ബാൽക്കണി നിറച്ചാണ്. ഇപ്പം ഈ ടേബിളിൽ കൊള്ളുന്നതാണ് എനിക്ക് വെക്കാൻ പറ്റിയിട്ടുള്ളൂ. ഒരു ബാൽക്കണി നിറച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. മണ്ണ് മാറ്റുമ്പോൾ റൂട്ടിന് കേടില്ലാതെ തന്നെ ചെയ്യണം. ഭയങ്കര കെയർ ചെയ്യണം. നല്ല രീതിയിൽ തന്നെ കറിവേപ്പിനെ പരിചരിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കറിവേപ്പിന് ഗുണം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ മുരടിച്ച ഇലകളായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ സമയം നല്ല രീതിയിൽ കറിവേപ്പില പരിചരിക്കേണ്ടതാണ്. അതിന് ബെസ്റ്റ് ടൈമാണിത്. എനിക്കൊരു ബാൽക്കണി നിറച്ചുണ്ട്. നമ്മളിതിങ്ങനെ നടുന്നത് എന്തിനാണെന്നറിയോ? വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ ഈ ടൈം ബെസ്റ്റ് ടൈമാണ്. ഇച്ചിരൂടെ പൊങ്ങുമ്പോൾ ഞാനിവിടെ വെച്ച് കട്ട് ചെയ്യും, എങ്കിലേ ബുഷിയായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ടേബിളിൽ കാണിക്കാൻ പറ്റുന്നതാണ് ഞാൻ കാണിച്ചേക്കുന്നത്. നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്